അവരുടെ ഏറ്റവും പുതിയ കൺസെപ്റ്റാണ് സ്റ്റുഡിയോ എന്ന് പറയുന്നത്. ടാറ്റയിൽ തുടങ്ങിയ കാലം മുതൽ ഇന്നോളം ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. വാഹനങ്ങൾ, നമുക്ക് കണ്ണിൽ കാണാവുന്ന വാഹനങ്ങളുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകളുണ്ട്, കാർഷിക ഉപകരണങ്ങളുണ്ട്, വിത്തുണ്ട്, വളമുണ്ട്, എല്ലാം ഉണ്ട്. ഈ തുണിക്കടയ്ക്ക് മുമ്പിൽ മാത്രം എന്തുകൊണ്ട് പ്രതിഷേധം? സ്വാഭാവികമായി സംശയം വരും. ഇപ്പോൾ വരുന്ന ചില പ്രചരണങ്ങൾ അതിൽ കുറച്ച് കഴമ്പുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൻ്റെ ഇടയിൽ ഇടക്ക് കയറി ഗോളടിക്കാൻ ബംഗ്ലാദേശിൽ നിന്ന് നോക്കിയിരുന്നു. അപ്പോൾ നമ്മൾ ഈ ബംഗ്ലാദേശിൽ നിന്നുള്ള ഇറക്കുമതിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ബംഗ്ലാദേശിൽ നിന്നുള്ള ഏറ്റവും വലിയ ഇറക്കുമതി തുണിത്തരങ്ങളാണ്, ടെക്സ്റ്റൈലാണ്. അവിടെ ഈ ലോ ക്വാളിറ്റി മുതൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇതിൻ്റെ വലിയൊരു വിപണിയായിരുന്നു ഇന്ത്യ. അപ്പോൾ ബംഗ്ലാദേശിൻ്റെ വിപണി നഷ്ടപ്പെട്ടു. ഈ സ്റ്റുഡിയോയിൽ വിൽക്കുന്നത് ഏറിയ പങ്കും ഇന്ത്യൻ മെയ്ഡ് സാധനങ്ങളാണ്. അപ്പോൾ പിന്നെ അവർക്ക് കിടക്കട്ടെ പണി. ഈ ഒരു ചിന്തയാണ് ഇതിൻ്റെ പിന്നിലെന്നാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടക്കുന്നത്. അതിൽ കുറച്ചൊക്കെ വാസ്തവം ഇല്ലേ എന്ന് എനിക്ക് സംശയമുണ്ട്.